നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് 21-ാം ദിവസമാണ് നമ്മുടെ പാരിസ്ഥിതിക പ്രവർത്തകനായ സോനം വാങ്ചുക് നിരാഹാരം നടത്തുന്നത്. ഇന്ന് അദ്ദേഹത്തിനെ ബലം പ്രയോഗിച്ച് ആശുപത്രിയിലാക്കി നിരാഹാരം നിർത്തലാക്കിയിരിക്കുകയാണ്. അതിന് സോനം വാങ്ചുക്കിന് പകരമായിട്ട് അഭിജിത് ദീപ്കെ, അതായത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകനായ അഭിജിത് ദീപ്കെ ഈ നിരാഹാരം ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി വെക്കുന്നിടം വരെ ഈ നിരാഹാരം തുടർന്നു പോയിക്കൊണ്ടിരിക്കുമല്ലേ? തീർച്ചയായും ഇത് ഒരു സാധാരണ യൂഷ്വൽ ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ഗിമിക്കോ അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടിയുള്ള കുറച്ച് പ്രഹസനങ്ങളോ ഒന്നും അല്ലെന്ന് ഇതുവരെയായിട്ടും ഇപ്പോൾ നമുക്ക് ഏറെക്കുറെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും. കാരണം 22 ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ ഭാവി വെള്ളത്തിലാക്കിയ നീറ്റ് ക്രമക്കേടിൽ രാജിവെക്കേണ്ടത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ്. അപ്പോൾ ഈ ഒരു ന്യായമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി CJP എന്ന കോക്രോച്ച് എന്ന പാർട്ടി ഈ സമരവുമായി മുന്നോട്ട് വന്നപ്പോൾ പിന്തുണയുമായിട്ട് വന്ന ഒരു വ്യക്തിയാണ് പരിസ്ഥിതി പ്രവർത്തകനായ സോനം വാങ്ചുക്. അദ്ദേഹം ഈ ഒരു 20 ദിവസമായി ഒരു നിരാഹാര സമരം കണ്ടിന്യൂസ് ആയിട്ട് റാലി പോലെ തുടർന്നു വരികയാണ്. ഏകദേശം 9 കിലോയോളാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഭാരം കുറഞ്ഞത്. അതായത് ആന്തരികാവയവങ്ങളെല്ലാം ചുരുങ്ങി തുടങ്ങിയ അവസ്ഥയിലാണെന്നും കൂടാതെ അദ്ദേഹത്തിന്റെ കൈയും കാലും അതുപോലെയുള്ള ഭാഗങ്ങളെല്ലാം ശരീരഭാഗമെല്ലാം മെലിഞ്ഞൊട്ടി കണ്ണ് താഴ്ന്ന് എല്ലാം അദ്ദേഹത്തെ കണ്ടാൽ പോലും ഇതിനു മുമ്പുള്ള ഒരു ആളായിരുന്നു, അല്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് ഇത്ര മാറ്റം വരുമോ എന്ന രീതിയിൽ അതിശയിച്ചു. അതായത് ഈ ഒരു സമരപ്പന്തലിൽ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികൾ പോലും. കാരണം അത്രത്തോളം ഇന്റൻസ് ആയിട്ടാണ് ഈ ഒരു സമരത്തെ ഈ സോനം വാങ്ചുക്കും അല്ലെങ്കിൽ CJPയും സമീപിക്കുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ഇന്റൻഷൻ അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന ആ ഒരു കേന്ദ്രമന്ത്രി രാജിവെക്കണമെന്നുള്ള അവരുടെ ആ ഒരു നിശ്ചയദാർഢ്യം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ കാണണം. അപ്പോൾ ഈ ഒരു സമരം പൊളിക്കാൻ വേണ്ടിയാണ് ഡൽഹി പോലീസ് അദ്ദേഹത്തെ ബലമായി പിടിച്ചുകൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഇദ്ദേഹത്തിന്റെ ജീവൻ സംരക്ഷിക്കേണ്ടത് രാജ്യത്തിന്റെ കൂടെ ആവശ്യമാണെന്ന് ഡൽഹി ഹൈക്കോടതി മുമ്പ് ഈ ഒരു സർക്കാരിനോടോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോടോ നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് മുൻനിർത്തിയാണ് ഇതുപോലെ ഡൽഹി പോലീസ് ഇദ്ദേഹത്തെ ബലമായി കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യ ഇതുപോലെ പോലീസിനോട് സമീപിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് തന്നെ താല്പര്യമുള്ള ഇതുപോലെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണം, അല്ലാതെ ഞങ്ങളുടെ താല്പര്യപ്രകാരം അല്ലാതെ ഈ ഒരു നിരാഹാര സമരം നിർത്താൻ പാടില്ല എന്ന് ഈ കംപ്ലൈന്റുമായി സോനം വാങ്ചുക്കിന്റെ ഭാര്യ രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു കേന്ദ്ര നേതൃത്വം അല്ലെങ്കിൽ ആ ഒരു സംസ്ഥാന നേതൃത്വം സമരം പൊളിക്കാൻ എത്രത്തോളം ഒരു ആവലാതിയോടെ ഈ ഒരു പുറത്ത് കാത്തിരിപ്പുണ്ടെന്ന്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കർഷക സമരം നമ്മൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ CAA പ്രൊട്ടസ്റ്റ് നമ്മൾ കണ്ടിരുന്നു. അതിനോടെല്ലാം സമാനമായിട്ടാണ് ഇപ്പോൾ CJPയുടെ കേന്ദ്രമന്ത്രി രാജിവെക്കണമെന്നുള്ള രീതിയിലുള്ള നിരാഹാര സമരവും അല്ലെങ്കിൽ തുടർച്ചയായ റാലി പോരാട്ടങ്ങളും. ഈ ജൂലൈ 20 മുമ്പ് ഈ കേന്ദ്രമന്ത്രി രാജിവെച്ചില്ലെങ്കിൽ ഇതിനും കൂടുതൽ സമരമുഖത്തേക്ക് കൂടുതൽ സംഘടനകളും വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ സമരങ്ങളെ അടിച്ചൊതുക്കിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെയോ അല്ലെങ്കിൽ BJP സർക്കാരിന്റെയോ ശീലം. അപ്പോൾ അതിനെ ആ ഒരു അടിച്ചമർത്തുന്ന രീതിയിലാണ് ഈ ഒരു സോനം വാങ്ചുക്കിനെ അല്ലെങ്കിൽ ഈ ഒരു നിരാഹാര സമരം കിട്ടുന്ന ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കി. അദ്ദേഹത്തിന്റെ ആരോഗ്യം കൺസേൺ ചെയ്തതായിട്ടാണെങ്കിൽ ഏത് വിധേനയും ഒരു മറ്റു വഴി നോക്കുമായിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു ഗവൺമെന്റ് ചിലവിൽ ആരോഗ്യ പ്രവർത്തകർ അവിടെ ക്യാമ്പ് ചെയ്യുകയും അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തേനെ. പക്ഷേ ഈ ഒരു സമരക്കാരുടെ ഒരു അല്ലെങ്കിൽ ഈ സമരക്കാർ തന്നെയാണ് ഇതുപോലെ ഒരു ക്യാമ്പിൽ ഡോക്ടറുടെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യമുള്ള ഗ്ലൂക്കോസും കാര്യങ്ങളും ശരീരത്തിലേക്ക് കെട്ടിവിടുന്നത്. അതായത് കുറച്ചു നാളെങ്കിലും അല്ലെങ്കിൽ നിരാഹാര സമരമാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഇദ്ദേഹത്തെ ഹോസ്പിറ്റലാക്കുന്നു. തുടർന്ന് അദ്ദേഹത്തിന് പിന്നാലെ അഭിജിത് ദീപ്കെ വരികയാണ്. അതായത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആ ഒരു സ്ഥാപകൻ. ഈ ഒരു അഭിജിത് ദീപ്കെ എന്നത് പറയുന്നത് കുറെ കാലം അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഈ ഒരു BJP അനുകൂലികൾ പറഞ്ഞുകൊണ്ടിരുന്നത് വെറും പ്രഹസനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു പറ്റം കോമാളികൾ അല്ലെങ്കിൽ പാറ്റകൾ ജന്തർ മന്തറിൽ പാറി നടക്കുന്നു എന്ന രീതിയിലുള്ള അപഹാസ്യപരമായിട്ടുള്ള പ്രതികരണങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ അവർ പോലും കരുതിയില്ല ഇത്രത്തോളം ദിവസം ഈ ഒരു CJPയുടെ സമരം ഈ ഒരു ജന്തർ മന്തറിൽ തുടരും എന്നുള്ളത്. അദ്ദേഹം ഇന്ന് രാവിലെ
അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കിയിരുന്നു. ഈ ഒരു സോനം വാങ്ചുക്കിനെ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതിനു ശേഷമാണ് അദ്ദേഹം ഈ ഒരു തിരിച്ച് സമരവേദിയിലേക്ക് വരുന്നതും അവിടെ നിരാഹാരം ആരംഭിക്കുന്നതും. എന്നിട്ട് പോലും അദ്ദേഹത്തെ ഈ ഒരു സമയത്ത് പോലും മർദ്ദിക്കുന്ന വിഷ്വൽസ് പുറത്തു വരുന്നുണ്ട്. അതായത് ഒരു സ്ത്രീ വന്ന അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് മഷിക്കുപ്പിയിലെ മഷി ഒഴിച്ച് ജയ് ശ്രീറാം എന്ന് വിളിച്ച് ആ ഒരു സമരത്തെ ഒരു കലാപരിശുദ്ധമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം അവിടെ ഈ ഒരു പാറാവ് നിൽക്കുന്നു എന്ന രീതിയിൽ നിൽക്കുന്ന പോലീസിന്റെ കൂടെ അറിവോട് കൂടിയാണ് ഇതുപോലെ സമരം പൊളിക്കാനോ അല്ലെങ്കിൽ ഇവർക്കെതിരെ ഈ സമരക്കാർക്കെതിരെ ഈ അക്രമങ്ങൾ അഴിച്ചുവിടുന്നത്. അതിനൊന്നും നടപടി എടുക്കാൻ ഈ ഒരു പോലീസോ കാര്യങ്ങളോ ഒന്നും തയ്യാറാവുന്നില്ല. നീറ്റ് പരീക്ഷ സമരം നടന്നിട്ട് കുറച്ച് നാളായി, എന്നിട്ട് പോലും ഇതുവരെ ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെക്കുന്നത് പോട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ പോലും ഒരു നേതാക്കളും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്കറിയാം, ഒരുപാട് ചെറുപ്പക്കാരാണ് ഇദ്ദേഹത്തിന്, അതായത് അഭിജിത്ത് ദീപ്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നിരുന്നത്. ഇവര് പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ നീറ്റ് പരീക്ഷയെ തുടർന്നെന്ന്. കാരണം നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത് നമുക്കറിയാം രാജ്യത്തിലെ ഏറ്റവും വലിയൊരു പരീക്ഷയാണ്. കാരണം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നതാണ്. എന്നിരുന്നിട്ട് പോലും ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഒരു വ്യക്തികൾ പോലും, പ്രധാനമന്ത്രിയാണെങ്കിലും ഇപ്പം നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആണെങ്കിലും ആരും ഇതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടാനോ ഇതിനെ ഒരു അനുനയിപ്പിക്കാനോ ഒന്നിനും തയ്യാറായിട്ടില്ല. അതേപോലെ ഇപ്പൊ ജൂലൈ 20 ഒരു പാർലമെന്റിലേക്ക് ഒരു മാർച്ച് നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഈ മാർച്ചും മിക്കവാറും മറ്റു പോലീസുകാരും മറ്റു പ്രവർത്തകരും വന്ന് ഇവരെ ഉപദ്രവിക്കാനും തല്ലിച്ചതച്ച് ഓടിക്കാനും മാത്രമേ ശ്രമിക്കൂ. ഇതിന് വേണ്ട നടപടികൾ എന്താണെന്നോ ഇനി എന്താണ് മുന്നോട്ടെന്നോ ഒന്നും ചിന്തിക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ട നടപടി എടുക്കാതെ ഇവരെ എങ്ങനെ അടിച്ചമർത്താം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഇപ്പം നമുക്ക് ആ കേന്ദ്രത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു അനീതിക്കെതിരെ പോരാടാൻ അല്ലെങ്കിൽ ശബ്ദമുയർത്തുന്നവരെ അടിച്ചമർത്തുക മാത്രമാണ് ഇപ്പൊ ഈ പാർട്ടി കാണിക്കുന്നത് തന്നെ. അതെ, അപ്പോൾ ഇതിനു മുമ്പ് അല്ലെങ്കിൽ ഈ ഒരു സമരം തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ അഭിജിത്ത് ദീപ്കെ ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ മുതൽ ഈ ഒരു രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം അസ്വസ്ഥരാണ്. കാരണം ഈ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ആയിട്ട് മുന്നോട്ട് വരുന്ന അല്ലെങ്കിൽ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വരുന്ന വ്യക്തികളായാലും സംഘടനയായാലും അവരെല്ലാം ദേശദ്രോഹിയെന്നും രാജ്യദ്രോഹികളെന്നും മുദ്ര കുത്തുകയാണ് പതിവ്. പക്ഷെ ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ ഈ അഭിജിത്ത് ദീപ്കയ്ക്ക് കൊടുക്കുന്ന ഈ യുവാക്കളിൽ നിന്ന് കിട്ടുന്ന ഒരു പിന്തുണ ഉണ്ടല്ലോ, ആ ഒരു പിന്തുണ ഈ BJP എന്നുള്ള പാർട്ടിക്ക് വളരെ പേടിപ്പെടുത്തുന്ന രീതിയിലാണ്. ഈ ഒരു അതായത് ഈ ഒരു CJPയുടെ മുന്നേറ്റത്തിന് BJP ഒഴികെയുള്ള എല്ലാവിധ സംഘടനകളും ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഐക്യദാർഢ്യം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് അവർക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ SFI ആവട്ടെ, ഐസ, CPI, CPM അല്ലെങ്കിൽ ആം ആദ്മി, കോൺഗ്രസ്, അതുപോലെയുള്ള എല്ലാ സംഘടനകളും BJP ഒഴികെയുള്ള അല്ലെങ്കിൽ അവരുടെ സഖ്യകക്ഷികൾ ഒഴികെയുള്ള എല്ലാ പാർട്ടികളും ഈ ഒരു CJPക്കും അവരുടെ ആ ഒരു നിരാഹാര സമരത്തിനും സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇവരുടെ എല്ലാം കൂട്ടായ പരിശ്രമം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ പുറത്താക്കാം എന്ന് കരുതുമെങ്കിലും പക്ഷെ ഒരു കാരണവശാലും അങ്ങനെ നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം. കാരണം ഇതുവരെ പ്രധാനമന്ത്രി വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ നീറ്റ് പരീക്ഷയിൽ നടന്ന ക്രമക്കേടിനെതിരെയോ അപലപിച്ചോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ട്വീറ്റ് ഇടാൻ പോലും നമ്മളുടെ ഈ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയ അപമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു വിദേശ യാത്രയിൽ ഈ ഒരു കേന്ദ്രമന്ത്രിയെയും കൂടി ഉൾപ്പെടുത്തുകയാണ് ഉണ്ടായത്. കൂടാതെ ഇനിയിപ്പോൾ ഈ ഒരു സമയത്തെന്ന് പറയുന്നത് മന്ത്രി പുനഃസംഘടനയാണ്, അതായത് കേന്ദ്രമന്ത്രിസഭ പുനഃസംഘടനയാണ്. ആ ഒരു സമയത്ത് ഒരു കാലാവധി പൂർത്തിയായതിന്റെ പേരിൽ മാത്രം ധർമ്മേന്ദ്ര പ്രധാന്റെ ഈ ഒരു മന്ത്രിസ്ഥാനം ചിലപ്പോൾ ഒരു പക്ഷേ മാറ്റി നിർത്തിയേക്കാം. ചിലപ്പോൾ ആ സമയത്ത് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടായേക്കാം. ഇതുപോലെയുള്ള ഈ നിങ്ങളുടെ പ്രതിഷേധങ്ങൾ കണ്ടാണ് ഞാൻ ഇതുപോലെ ഈ വിദ്യാഭ്യാസ മന്ത്രിയെ മന്ത്രിസഭയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളെ ഞാൻ അഭിസംബോധന ചെയ്തിട്ടുണ്ട് എന്ന രീതിയിൽ ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു മെസ്സേജ് പബ്ലിക്കിലേക്ക് എത്തിക്കാനും ഈ ഒരു പ്രധാനമന്ത്രി ശ്രമിക്കാൻ ഒരു സാധ്യതയുണ്ട്.